ഏതൊരു ക്രിക്കറ്റ് മത്സരമായാലും ഒരുപാട് വഴക്കുകൾ അതിലുണ്ടാകാറുണ്ട്, പ്രത്യേകിച്ച് ബൗളേഴ്സും ബാറ്റ്സ്മാൻമാരും തമ്മിൽ. ബാറ്റ്സ്മാൻമാർ നന്നായിട്ട് കളിച്ചാൽ ബൗളേഴ്സിനെ ചൊറിയുമെന്നത് ഉറപ്പാണ്. ഈ സമയം ബൗളേഴ്സ് ബാറ്റ്സ്മാൻമാരെ സ്ലഡ്ജ് ചെയ്യും, പല കാര്യങ്ങൾ ചെയ്ത് അവരെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കും. ഇപ്പോഴത്തെ ഇന്നത്തെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റിലും അതുപോലത്തെ ഒരു സംഭവം നടന്നു. രാഹുലും മാർക്കോ ജോൺസനുമാണ് നേർക്കുനേർ വന്നത്. ജോൺസൺ അല്ലെങ്കിലും ഒരു കൊമ്പ് കൂടുതലാണെന്നാണ് ആരാധകർ പറയുന്നത്. ജോൺസൺ എപ്പോഴും കോഹ്ലിയോടാണ് കൊമ്പ് കോർക്കാറ്. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ കോഹ്ലി പെട്ടെന്ന് ഔട്ടായി. ഇതേ സമയം തന്നെ രാഹുൽ അടിച്ചു കളിക്കുന്നുണ്ട്. താരം ഇന്ന് സെഞ്ചുറിയും അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജോൺസന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ജോൺസൺ രാഹുലുമായി കൊമ്പ് കോർത്തു. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഇന്ത്യൻ ടീമിൽ എല്ലാവരും തന്നെ അടിപതറി. രോഹിത്, ഗില്ല്, ശ്രേയസ്, കോഹ്ലി തുടങ്ങി എല്ലാ താരങ്ങളും പെട്ടെന്ന് ഔട്ടായപ്പോൾ സൗത്ത് ആഫ്രിക്ക ശരിക്കും സന്തോഷിച്ചു. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ ഇന്ത്യ ഒരുക്കമല്ലായിരുന്നു. രാഹുൽ ഇന്ത്യൻ ടീമിനെ മുന്നിൽ നയിച്ചു. രാഹുൽ ഇന്ന് 101 റൺസാണ് അടിച്ചു കൂട്ടിയത്. സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സിനെ രാഹുൽ വഞ്ഞിക്കിട്ടു. ഇന്നത്തെ മത്സരത്തിലാണ് ജോൺസൺ രാഹുലുമായി കൊമ്പ് കോർത്തത്. രാഹുൽ മികച്ച ഫോമിലായിരുന്നു. രാഹുലിനെ ഔട്ടാക്കിയാൽ അവർക്ക് ഇന്ത്യൻ ടീമിനെ ഓൾ ഔട്ടാക്കാൻ സാധിക്കും. അത് സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സിന് ശരിക്കറിയാം. അതുകൊണ്ട് തന്നെ ജോൺസൺ രാഹുലുമായി കൊമ്പ് കോർത്തു. ജോൺസൺ രാഹുലിനെ ദേഷ്യം പിടിപ്പിക്കുന്നതാണ് കണ്ടത്. പലതരത്തിലുള്ള കളിയാക്കലുകൾ രാഹുൽ ഇന്ന് ഏറ്റുവാങ്ങി. ജോൺസൺ രാഹുലിനെ ചൊറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രാഹുൽ ആദ്യം ക്ഷമിച്ചു, എന്നാൽ പിന്നീട് സഹികെട്ട് രാഹുൽ ജോൺസനെതിരെ തിരിഞ്ഞു. ജോൺസൺ മനഃപൂർവ്വം രാഹുലിനെ സ്ലഡ്ജ് ചെയ്യുന്നതാണ് കണ്ടത്. സൗത്ത് ആഫ്രിക്കയുമായിട്ട് എപ്പോൾ കളിക്കുമ്പോഴും ജോൺസൺ ഇന്ത്യൻ താരങ്ങളുമായിട്ട് കൊമ്പ് കോർക്കാറുണ്ട്. ഇന്ന് രാഹുൽ നല്ല ഫോമിലായിരുന്നു. അത് ജോൺസന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ജോൺസൺ രാഹുലിനെ ഔട്ടാക്കാൻ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഇന്ന് ഉപയോഗിച്ചു. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു രാഹുലുമായിട്ടുള്ള വഴക്ക്. എന്തായാലും ഇന്ത്യ ഇപ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ 245 റൺസ് എടുത്തിട്ടുണ്ട്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.